ഗ്രാൻഡ് മാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ബ്രെഡും തേങ്ങയും വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഒരു ടീ ടൈം സ്നാക്കാണിത്. വൈകുന്നേരം കുട്ടികൾ ക്ലാസ് കഴിഞ്ഞൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയുണ്ട്, കുറച്ച് പഞ്ചസാര, 2 ഏലക്ക പൊടിച്ചത്, പിന്നെ വറക്കാൻ ആവശ്യത്തിനുള്ള എണ്ണയുണ്ട്. ഇത്ര ആദ്യം നമുക്ക് ഈ ബ്രെഡ് പീസുകളെ ഒന്ന് ബ്രെഡും തേങ്ങയും പഞ്ചസാരയും ഏലക്കായും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അതിനായിട്ട് ആദ്യം ഈ ബ്രെഡ് പീസുകളെയൊക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിൻ്റെ കൂടെ ഈ തേങ്ങയും പഞ്ചസാരയും കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഒരു 1/2 കപ്പ് തേങ്ങ ഉണ്ടാവും, അത്രയുണ്ട്. രണ്ട് വലിയ സ്പൂൺ പഞ്ചസാര, ഇതൊരു ഇത്ര ഇട്ടുണ്ട്, 2.5 സ്പൂൺ ഉണ്ട്. പിന്നെ 3 ഏലക്കായ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും ഇട്ടിട്ട് ഇതൊന്ന് പതുക്കെ ഒന്ന് കറക്കിയെടുത്താൽ മതി. നമ്മുടെ ബ്രെഡിൻ്റെ മിക്സ് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ ബോളുകളാക്കി എടുത്തിട്ട് എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കണം. കുറച്ച് കോൺഫ്ലോറിൻ്റെ ഒരു ചെറിയൊരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിലൊന്ന് മുക്കി അല്പം റൊട്ടിപ്പൊടിയിലും കൂടെ മുക്കിയിട്ട് എണ്ണയിലിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഇതിനെ ബ്രെഡ് ബോൾസ് എന്നാണ് പേര്. നമുക്കിത് ചെറിയ ഉരുളകളാക്കി വയ്ക്കാം. നമ്മുടെ ബ്രെഡ് ബോൾസുകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 9 ബ്രെഡ് ബോൾസുകളുണ്ട്. 5 പീസ് ബ്രെഡും 1/2 കപ്പ് തേങ്ങയും കൂടെ എടുത്തു കഴിഞ്ഞപ്പോൾ ഇത്രയും ആണ്. ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള 9 ബ്രെഡ് ബോൾസുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഒരു സ്പൂണ് കോൺഫ്ലോർ ഉണ്ട്. ഇതിനെ ചെറിയൊരു ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുക. ഇനി ഈ ഓരോ ബോൾസും ഇതിലൊന്ന് മുക്കിയിട്ട് ഈ റൊട്ടിപ്പൊടിയിലും കൂടെ ഒന്ന് മുക്കി വയ്ക്കുക. നന്നായിട്ടൊന്ന് വരണ്ട് വന്നോട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ ബോൾസ് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിനെ വറുത്തെടുത്താൽ മതി. ഇതെല്ലാം നമുക്ക് പച്ചയായിട്ട് തന്നെ കഴിക്കാവുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ ചെറിയൊരു ബ്രൗൺ കളർ വരുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക. നമ്മുടെ ബ്രെഡ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒരു ബ്രൗൺ കളറിൽ
വന്നു കഴിയുമ്പോൾ നമുക്കിത് അടുപ്പത്തുനിന്ന് കോരിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ആകെ ഒരു 10 മിനിറ്റ് സമയം മാത്രം മതിയാകും ഇതിന് വേണ്ടിയിട്ട്. നമ്മുടെ ബ്രെഡ് ബോൾസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോകൾ അപ്പോൾ